റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനും ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനും പത്മഭൂഷൺ പുരസ്കാരം, നടനും നർത്തകനുമായ പ്രഭുദേവ, ഗായകൻ KG ജയൻ, ശിവഗിരിയിലെ സ്വാമി വിശുദ്ധാനന്ദ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. അന്തരിച്ച പത്രപ്രവർത്തകൻ കുൽദീപ് നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകും. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി, ജനസംഘം നേതാവായിരുന്ന നാനാജി ദേശ്മുഖിനും ഭൂപൻ ഹസാരികയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രശ്നപരിഹാരകൻ എന്നറിയപ്പെട്ടിരുന്ന പ്രണബ് മുഖർജി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലെത്തിയ ചരിത്രമുള്ള വ്യക്തിയാണ്. രാജ്യസഭ MP ആയിക്കൊണ്ട് 1969 ഇന്ദിരാഗാന്ധിയാണ് പ്രണബ് കുമാർ മുഖർജിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. മികച്ച രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പേരെടുത്ത അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ പരക്കെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കർക്കശക്കാരനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയുള്ള പ്രണബ് മുഖർജി പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, വാണിജ്യ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, കോൺഗ്രസ് ലോക്സഭാ നേതാവ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2012 UPA സർക്കാരിന്റെ ധനകാര്യമന്ത്രിയായിരിക്കെയാണ് രാഷ്ട്രപതിയാകുന്നത്. 2017 വരെ ആ പദവിയിൽ തുടർന്ന അദ്ദേഹം മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നീ പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചു. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണ് പ്രണബ് സൂക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഭാരതരത്ന പ്രഖ്യാപനത്തിൽ പ്രണബ് മുഖർജിയെ പരമോന്നത പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുക വഴി ബംഗാളിൽ അത് പ്രചാരണായുധമാക്കാൻ BJP ശ്രമിച്ചേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഭൂപൻ ഹസാരികയെ പറ്റി പറയുകയാണെങ്കിൽ ഗായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പേരെടുത്ത കലാകാരനാണ് ഭൂപൻ ഹസാരിക. അസം സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഗാനങ്ങളും സൃഷ്ടികളും ഉണ്ടായിട്ടുള്ളത് അസമീസ് ഭാഷയിലാണ്. എന്നാൽ രാജ്യം അദ്ദേഹത്തെ അറിഞ്ഞത് ഹിന്ദി, ബംഗാളി ഭാഷകളിലെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളുടെ ജനകീയതയിലൂടെയാണ്. മനുഷ്യത്വവും ഐക്യതയും മതേതരത്വവുമായിരുന്നു ഭൂപൻ ഹസാരികയുടെ ഗാനങ്ങളിൽ നിറഞ്ഞ് ഒഴുകിയിരുന്നത്. അസമിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സംഗീതവും സംസ്കാരവും ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമാക്കിയതിൽ ഭൂപൻ ഹസാരികയുടെ ഭാവന നിസ്തുലമാണ്. മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1975 സ്വന്തമാക്കിയ അദ്ദേഹം 1987 സംഗീത നാടക അക്കാദമി അവാർഡും 1992 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും സ്വന്തമാക്കി. പത്മശ്രീ 1977, 2001 പത്മശ്രീ പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1962 അസമിൽ ജനിച്ച ഭൂപൻ ഹസാരിക 1939 മുതൽ 2011 85 വയസ്സിലായിരുന്നു മരിച്ചത്. സംഗീത രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. BJPയോട് അടുപ്പം സ്ഥാപിച്ചിരുന്ന അദ്ദേഹം 1998 മുതൽ 2003 വരെ സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനവും വഹിച്ചിരുന്നു. അതേസമയം നാനാജി ദേശ്മുഖിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്രായത്തിലെ RSSൽ ചേർന്ന നാനാജി ദേശ്മുഖ് RSS സംഘചാലകായിരുന്ന MS ഗോൾവാക്കറുടെ നിർദ്ദേശപ്രകാരമാണ്. വളരെ ചെറുപ്രായത്തിലെ RSSൽ ചേർന്ന നാനാജി ദേശ്മുഖ് RSS സംഘചാലകായിരുന്ന MS ഗോൾവാക്കറുടെ നിർദ്ദേശപ്രകാരമാണ് ജന്മദേശമായ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ RSS പ്രചാരകന്റെ ചുമതലയായി എത്തുന്നത്. പിന്നീടങ്ങോട്ട് നാനാജി ദേശ്മുഖിന്റെ കർമ്മമേഖല പ്രധാനമായും ഉത്തർപ്രദേശായിരുന്നു. 1947 രാഷ്ട്രധർമ്മ, പാഞ്ചജന്യ, സ്വദേശ് എന്നീ മാധ്യമങ്ങൾ ആരംഭിക്കാൻ RSS തീരുമാനിച്ചപ്പോൾ അതിന് നേതൃത്വം വഹിച്ചത് AB വാജ്പേയിയും ദീൻദയാൽ ഉപാധ്യായും നാനാജിയും ചേർന്നാണ്. ഭാരതീയ ജനസംഘം രൂപം കൊണ്ടപ്പോൾ ഉത്തർപ്രദേശിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് നാനാജിയായിരുന്നു. 1967 ചരൺ സിംഗ് സർക്കാർ രൂപീകരണത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണനുമായി സഹകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന് കടുത്ത പോലീസ് പീഡനവും നേരിടേണ്ടി വന്നിരുന്നു. 1977 UPയിലെ ബൽറാംപൂർ മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച അദ്ദേഹം ലോക്സഭയിലെത്തി. 1980 തന്റെ 60-ാം വയസ്സിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നാനാജി പിന്നീട് സാമൂഹ്യ സേവന രംഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വം ഏറ്റെടുത്ത നാനാജി സംഘടനയിലൂടെ ഗ്രാമീണ വികസനം, കാർഷിക ക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തി. മധ്യപ്രദേശിലെ ചിത്രകൂടിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച വിശ്വവിദ്യാലയത്തിൽ വെച്ച് 2010 നാനാജിയുടെ അന്ത്യം. മരണാനന്തരം അദ്ദേഹത്തിന് ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറി. സാമൂഹിക സേവന രംഗത്ത് നൽകിയ സംഭാവനകളുടെ പേരിൽ 2006 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. പിന്നീട് 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജ്യസഭാ MP ആയി അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിനും ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനുമാണ് പത്മഭൂഷൺ ലഭിച്ചത്. പുരസ്കാരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. പത്മ പുരസ്കാരങ്ങൾ 2 തവണയും തേടിയെത്തത് പ്രിയദർശന്റെ സൈറ്റിൽ വെച്ചാണ്. സർക്കാരിനും സ്നേഹിച്ചും വളർത്തിയ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നതായി മോഹൻലാൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.